എനിക്ക് പരിചയമുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് തോൽക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. ബംഗാളിന്റെ ഒരു വലിയ അനുഭവം CPM-ന്റെ എല്ലാ നേതാക്കന്മാർക്കും മുമ്പിലുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഒരു തവണത്തെ ഇലക്ഷൻ തോറ്റപ്പോ, അന്ന് തോറ്റു, മമതയുടെ മന്ത്രിസഭ വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി വട്ടപൂജ്യമായി. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. കണ്ണൂരിൽ ഇരുന്നിട്ട് എനിക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റും. എനിക്ക് കാരണം CPM കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മോശമായി തോക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മാത്രമേ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അത്രയധികം വൈരുദ്ധ്യങ്ങൾ. ഞാൻ മുമ്പേ പറയുമ്പോൾ കഴിഞ്ഞ ഒരു TK ഗോവിന്ദൻ പാർട്ടി വിട്ട ചർച്ചയിൽ വിനു എന്നോട് ചോദിച്ചതാണ്, CPM-ന്റെ ഒരു ആഭ്യന്തര അവസ്ഥയിലെ വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഏത് നിമിഷവും ഇപ്പൊ കണ്ണൂരിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കുറച്ച് സുധാകരൻ, TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, ഇതൊക്കെ മുതിർന്ന കേഡറുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്ന് നമ്മളോട് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു ആഭ്യന്തര സാഹചര്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് CPM-ന്റെ ആളുകൾ ഇന്നും പറയുന്ന ഒരു അവകാശവാദം ഉണ്ടല്ലോ, ഉരുക്കുപോലെ ഉറച്ച പാർട്ടി. ഒരു ഉരുക്കുമല്ല ഇത് ഉരുക്കുപോലെ ഉറച്ച പാർട്ടിയൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ ദ്രവിച്ച ഒരു പാർട്ടിയാണ്. ഈ ദ്രവിച്ച പാർട്ടിയാണ് തന്റെ പാർട്ടി എന്ന് സാക്ഷാൽ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണല്ലോ പത്രക്കാരോട് ഒരു സ്നേഹവും ഇല്ലാത്ത പിണറായി വിജയൻ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ എത്ര വിനീത വിധേയനായിട്ടാണ് കേരളത്തിലെ മുഴുവൻ ചാനലുകൾക്ക് മുമ്പിൽ അഭിമുഖത്തിലിരുന്നു. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, ജയിക്കില്ല എന്നൊരു വളരെ ഉറപ്പുള്ളതുകൊണ്ടാണ്. കാരണം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലുള്ള അനേകം ആഴ്ചകളിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഈ റിവ്യൂ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതറിയുന്ന പിണറായി വിജയൻ അറിയാം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നില്ല.